ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിൽ ഏവർക്കും സ്വാഗതം. അതായത് ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ ധനുരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുരാശി എന്ന് പറയുമ്പോൾ തന്നെ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ധനുക്കൂറുകാർ അല്ലെങ്കിൽ ധനുരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാർക്ക് അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, 4-ൽ രാഹു, 6-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ സൂര്യൻ, 10-ാം ഭാവത്തിൽ ബുധൻ, കേതു, 11-ാം ഭാവത്തിൽ ശുക്രൻ. അതായത് അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും സൂര്യനും ബുധനും ശുക്രനും ആണ് അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് ഗ്രഹങ്ങൾ, 4 ഗ്രഹങ്ങൾ. ബാക്കി 4 ഗ്രഹങ്ങൾ അനുകൂലത്തിലല്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും സൂര്യചാരവശാൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കാണുന്നത്. അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇതുവരെ നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിൽ മങ്ങിപ്പോയ തൊഴിലെല്ലാം വിപുലീകരിച്ച് വരുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് വർധനവിന് സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങി വെക്കാൻ പറ്റിയ ഒരു സമയമാണ്. പുതിയ മേഖലകൾ തേടിപ്പോകാനുള്ള സമയമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലും ഒരുപാട് പ്രശ്നങ്ങളിലും പെട്ട് കിടക്കുന്നവർക്കെല്ലാം അതിൽ നിന്ന് രക്ഷ നേടി അതെല്ലാം ശരിയായി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഭക്ഷണ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഇഷ്ടഭക്ഷണം, ഇഷ്ടവസ്ത്രങ്ങളിലും കിട്ടുവാനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. 11-ൽ നിൽക്കുന്ന ശുക്രൻ വളരെ ധനലാഭത്തെയും വസ്ത്രലാഭത്തെയും വാഹന ലാഭത്തെയും അതുപോലെ തന്നെ യാത്രാ ആവശ്യത്തെയും ആവശ്യങ്ങൾ കൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനുള്ള ലെവലുകളും എല്ലാം കാണിക്കുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയായ കാരണം ഉദ്ദിഷ്ട കാര്യം നടക്കാൻ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഭഗവത് സേവ ഒന്ന് നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ഒറ്റ പ്രാവശ്യം നടത്തിയാൽ മതി. അതോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ ചെറിയ തടസ്സങ്ങൾ വരികയാണെങ്കിൽ 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു സഹസ്രനാമ അർച്ചന മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്ന് നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നടത്തിക്കോളൂ, കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിലും ഒരു തീരുമാനമായി. ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വർധനവുണ്ടാവും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ടാവും. ഭാര്യ ഭർത്തൃ കലഹങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് വരുവാനുള്ള സാധ്യതയും വിട്ടുപിരിഞ്ഞവരെല്ലാം ഒത്തുചേരുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവും. അതിനുള്ള സംഭാഷണം മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു വരുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്. പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്താവിൻ്റെ അനുഗ്രഹം നന്നായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവരുടെ അനുഗ്രഹങ്ങളും മറ്റുള്ള ഇതുകളും കാണുന്നുണ്ട്. പുതിയ ഭവന നിർമ്മാണ യോഗത്തിനുള്ള സമയമായി എന്നുള്ള പറയുന്നത്. അതുപോലെ പുതിയ വാഹനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഒന്നിലധികം വസ്ത്രങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇഷ്ടവിഭവങ്ങൾ കഴിക്കുവാനും ഭക്ഷണപ്രിയരായിട്ടുള്ളവർക്കെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളും സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകളും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഗുണമേന്മയാണ് കാണുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം സ്ഥാനമാന പദവികൾ ഉണ്ടാകും. അത് നേട്ടത്തോടു കൂടിയിട്ട് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അവരവർ ആഗ്രഹിക്കുന്ന സ്ഥാനമാന പദവികൾ ആഗ്രഹിക്കുകയും അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ PSC ലിസ്റ്റിൽപ്പെട്ടവർ അതിനു വേണ്ടി കാത്തിരിക്കുക, അതായത് ജോലി കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം കണ്ട് 10-ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ബുധനാണ്. അത് വളരെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ മേഖല വളരെ പുരോഗതിയായിട്ട് പോകുന്ന പറയണത്. അത് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള, അതായത് ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തതയോടുകൂടിയുള്ള പുരോഗമനവാദി ഉണ്ടാവും എന്നാണ് പറഞ്ഞ് വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടിയുള്ള പണ്ഡിതന്മാരായിട്ടുള്ളവർക്കെല്ലാം അവർ എന്താണോ ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം നേട്ടങ്ങൾ, പുതിയ കലകളും രൂപങ്ങളും എല്ലാം എഴുതി വയ്ക്കുവാനും പിൽക്കാലങ്ങളിൽ അത് ഉപകാരപ്പെടുവാനും ഗവേഷണ വലയങ്ങളിൽ പെട്ട് അതിൽ നിർത്തിക്കൊള്ളുവാനുള്ള സാധ്യതകളെല്ലാം ഈ ബുധൻ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറ്റും എന്നാണ് പറയുന്നത്. വരുംകാല ചരിത്രത്തിൽ ഇടം പിടിക്കാൻ
പറ്റാവുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരുടെ ബുദ്ധിയിൽ ഉദിച്ചു വരുന്ന ഓരോ ആശയങ്ങളെല്ലാം ഇപ്പോൾ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് ചർച്ചാ വിഷയമാവുകയും സാധ്യത വന്ന് ചേരുവാനുള്ള സാധ്യത, അതായത് അനുഭവത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് പഠിച്ച് എത്രത്തോളം അറിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫസർമാരാണെങ്കിലും വിദ്വാൻമാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും അവർ ആലോചിച്ചെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചന്ദ്രകേന്ദ്രത്തിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെ ഉചിതകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ചെയ്യുന്നത്. രാശിനാഥനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് വേണം. അത് കാരണം ദേഹാസ്വത തണ്ടൽ സംബന്ധമായിട്ടുള്ള, അതായത് ഇടുപ്പ് സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ച അതീവരപരമായിട്ട് ചില ദോഷഫലങ്ങളും ജലദോഷങ്ങളും പനികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് സ്വാഭാവിക മൊത്തമായിട്ടുള്ളതാണ്. അതിനെ കാര്യമായിട്ട് വയ്ക്കേണ്ട ആവശ്യമായിട്ടുള്ളത് ദോഷപരമായിട്ടോ നക്ഷത്ര ദോഷമായിട്ടോ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കാലം താമസം ഉണ്ടെങ്കിലും അത് നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിൽ നിൽക്കുന്ന വിവാഹ കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് താനും. അതുപോലെ തന്നെ വിദേശ യാത്രകൾക്ക് തയ്യാറായി നിൽക്കുന്നവർക്കെല്ലാം അത് നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ വർഷത്തിൻ്റെ 2024 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഉത്രാടം നക്ഷത്രം അല്ലെങ്കിൽ മൂലം പോരാടം നക്ഷത്രത്തിൽ അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യതപ്പെട്ട് എടുത്തിരിക്കണം എന്നുള്ളതാണ്, ദൃഢ നിശ്ചയത്തോടുകൂടി എടുത്തിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം ഒരു അനുകൂലപരമായിട്ടുള്ളൊരു അതിലൂടെയാണ് ഇവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. വ്യാഴത്തിൻ്റെ ഒരു അനിഷ്ടസ്ഥലം മാത്രമേ ഇവിടെ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ടുള്ളൂ. ആ വ്യാഴത്തിന് പരിഹാരമായിട്ട് ശ്രീകൃഷ്ണൻ അവതാര പുരുഷനായിട്ടുള്ള ഹനുമാൻ, അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, മഹാവിഷ്ണു, തിരുപ്പതി വെങ്കടാചലപതി, അങ്ങനെ ഒരുപാട് പെട്ടിരിക്കുന്ന അവതാരങ്ങൾ പെട്ടിരിക്കുന്ന വിഷ്ണു അവതാരം പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഇഷ്ട വഴിപാടുകൾ നടത്തുക എന്നിവയെല്ലാം ചെയ്തു വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും വന്ന് ചേരുവാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും അത് ഫലത്തിൽ കൊണ്ടുവരിക, വിജയിച്ചെടുക്കുവാനുള്ള സാധ്യത സങ്കല്പിക്കുക, അതിൽ വിജയിച്ച് വരിക എന്നുള്ളതാണ് പറയുന്നത്. യാതൊരു വിധത്തിലും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കുറച്ച് സമയദോഷം ഉണ്ടായിരുന്നു, ചാരവസാലുള്ള സമയദോഷമാണ്, അത് മാറിക്കിട്ടി. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഉചിതപരമായിട്ട് എന്ത് ചെയ്യും. നമസ്കാരം.